Hi friends, ഞാൻ സൽമാൻ. വെൽക്കം ബാക്ക് DIY ഫോർ മീ. എല്ലാവർക്കും പെൽറ്റിയറിനെ കുറിച്ച് അറിയാം. അത് ഉപയോഗിച്ച് നമുക്കൊരു പോർട്ടബിൾ കൂളർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഈ പ്ലാസ്റ്റിക് ബേസിനെ ഈ പെൽറ്റിയറിൻ്റെ വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ അത് കറക്റ്റ് ആയിരിക്കണം കട്ടിങ്, അല്ലെങ്കിൽ ഓവറായി കഴിഞ്ഞാൽ നമുക്കത് ഫിക്സിങ് കറക്റ്റ് ആവില്ല. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, കയ്യുമ്മ തട്ടരുത്. അപ്പോൾ സേഫ്റ്റി ഫസ്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഹീറ്റ് സിങ്കിൻ്റെ മുകളിൽ ഈ പെൽറ്റിയറിനെ പിടിപ്പിക്കണം. പെൽറ്റിയർ പിടിപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം കുറച്ച് പേസ്റ്റ്, ഹീറ്റ് സിങ്ക് പേസ്റ്റ് അല്ലെങ്കിൽ തെർമൽ പേസ്റ്റ് എന്നും പറയും, അത് നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് എടുക്കുക, എന്നിട്ട് അതിന്മേൽ കുറച്ച് തേച്ച് കൊടുക്കുക. ഓവറായിട്ടൊന്നും തേക്കേണ്ട ആവശ്യമില്ല, ഒരു അത്യാവശ്യത്തിന്. ഇതുപോലെ വെക്കുക. തേച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബേസ് ഒന്ന് അതിൻ്റെ മുകളിൽ വെക്കുക. ഇതുപോലെ വെക്കുക. ഇതുപോലെ കറക്റ്റാണ്, നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റാണ്. ഇനി നമുക്ക് ഒരു ഹീറ്റ് സിങ്ക് കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പേസ്റ്റ് അപ്ലൈ ചെയ്യണം. ഇതുപോലെ അപ്ലൈ ചെയ്തൊന്ന് ഓവറാകരുത്, പാകത്തിന് മാത്രം മതി. എന്നിട്ട് ഇതുപോലെ വെക്കുക. ഇനി നമുക്കതൊന്ന് വർക്കിംഗ് ആണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ. ആദ്യം നമുക്ക് വർക്കിംഗ് ആണ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. നമുക്ക് ഇതിൻ്റെ പ്ലസും മൈനസൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ പെൽറ്റിയറിനെല്ലാം മൈനസും ഫാനിൻ്റെ മൈനസും കൂടി തമ്മിൽ ജോയിൻ ചെയ്യട്ടെ. എന്നിട്ട് അതിൻ്റെ ശേഷം ഫാനിൻ്റെ പ്ലസും പെൽറ്റിയറിൻ്റെ പ്ലസും കൂടി നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് വേണം നമുക്കിതിന് പവർ സപ്ലൈ കൊടുക്കാം. ഇതിന് 12 വോൾട്ട് പവർ സപ്ലൈ ആണ് ആവശ്യം. അതിന് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് SMBS ആണ് കമ്പ്യൂട്ടറിൻ്റെ. അതിൽ യെല്ലോ കളർ വയർ കാണുന്നില്ല, അതാണ് അതിൻ്റെ 12 വോൾട്ട് ഔട്ട്. മൈനസ് ബ്ലാക്കും അത് കൂടി നമുക്ക് യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കിത് വർക്കിംഗ് ആണെങ്കിൽ ഇതിൻ്റെ യെല്ലോ ഈ സിങ്കിൻ്റെ മുകളിൽ നമുക്ക് ഐസ് രൂപപ്പെടും. ഐസ് രൂപപ്പെടുകയാണെങ്കിൽ ഇത് വർക്കിംഗ് ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണെന്നാണ്. അപ്പോൾ അത് ഐസ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഐസ് വന്നിട്ടുണ്ട്, ഇത് ഓക്കെ ആണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു തെർമോക്കോൾ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. തെർമോക്കോൾ ഇതുപോലെ നമുക്ക് 4 സൈഡിലും വെച്ച് ഒട്ടിക്കണം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഫില്ലായി തണുത്ത കാറ്റ് മാത്രം നമുക്ക് പുറത്തേക്ക് വരും. അതിനാണ് നമ്മൾ ഈ തെർമോക്കോൾ യൂസ് ചെയ്യുന്നത്. ഇത് ഒട്ടിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ സിലിക്ക ഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിലിക്ക ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതുപോലെ നമുക്ക് സിലിക്ക ഗണ്ണ് ഉപയോഗിച്ചിട്ട് നമ്മളത് ഒട്ടിച്ചെടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലൊരു കവറിങ് കൂടി തെർമോക്കോൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സിലിക്ക ഗണ്ണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ കവർ ചെയ്യാം, കട്ട് ചെയ്തതിൻ്റെ ശേഷം കവർ ചെയ്യാം. ഇതുപോലെ കവർ ചെയ്തതിൻ്റെ ശേഷം നമുക്കൊരു ചെറിയൊരു ഹോള് മാത്രം മതി ഇതിന്, കാറ്റ് മാത്രം പുറത്തേക്ക് വരാൻ. നമുക്ക് ഫാനിൻ്റെ ഒന്നും നമുക്ക് കാണില്ല, ആ രീതിയിലാണ് നമ്മൾ ഒട്ടിക്കുക. അപ്പോൾ നമുക്കെല്ലാം തണുത്ത കാറ്റായിരിക്കും വരിക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള കാണുന്ന ബെൽ ബട്ടൺ അമർത്തുമ്പോഴുള്ള 3 ഓപ്ഷനിൽ ആളിനെ സെലക്ട് ചെയ്യുക.